ഹായ്, വെൽക്കം ടു സിജൂസ് ടൈനി പ്ലാനറ്റ്. നമ്മളിപ്പോൾ ഖത്തറിലാണ്. ഖത്തറിലെ ആദ്യത്തെ ദിവസവും ആദ്യത്തെ ഹോട്ടലിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അൽ വക്ര ഓൾഡ് സൂക്ക് എന്ന് പറയുന്ന ഒരു സൂക്കിലാണ്. സൂക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിംഗ് ഏരിയ അല്ലെങ്കിൽ മാർക്കറ്റ് എന്നൊക്കെയാണ് അർത്ഥം. കാർ പാർക്ക് ചെയ്തതിന് ശേഷം സൂക്കിൻ്റെ ഒരു സൈഡിൽ കൂടെ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഈ സൂക്ക് ഫുള്ളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ട്രഡീഷണൽ ഒരു വിൻറ്റേജ് ലുക്കിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വിൻറ്റേജ് ലുക്ക് ആയതുകൊണ്ട് അവർ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ചെളി വാരി തേച്ച പോലത്തെ ഒരു ചുമരുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സൂക്കിൽ നിറച്ചും ഷോപ്പിംഗ് കടകളാണ്. പക്ഷെ കടകളുടെ വാതിലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിലൂടെ ഉള്ളിലേക്ക് നോക്കിയാൽ ഒരു മെയ്സ് പോലെയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ബീച്ച് സൈഡിലേക്ക് എത്തും. ബീച്ച് സൈഡിൽ ഒരു വാക്ക് വേ ആണ്. ആ വാക്ക് വേയുടെ ഒരു സൈഡ് ബീച്ചും ഒരു സൈഡ് സൂക്കിന് ചേർന്ന് ഫുഡ് സ്ട്രീറ്റ് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ക്യാമൽ കൂട്ടം കുറേ ആളുകൾ ഒരു ക്യാമൽ സഫാരി നടത്തി വരുന്നത് കണ്ടു. അത് കുറച്ചു നേരം കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഒരു കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റാവുന്ന ഒരു ലൊക്കേഷനിലേക്ക് ഞങ്ങൾ പതുക്കെ നടന്നു. അവിടെ ഇരുന്ന് കുറച്ചു നേരം തിരകളൊക്കെ എണ്ണി അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും എടുത്ത് എയർപോർട്ട് അടുത്തായതുകൊണ്ട് പ്ലെയിനൊക്കെ പറക്കുന്നത് കാണാൻ സാധിച്ചു. പിന്നെ ഞങ്ങൾ പതുക്കെ ബീച്ചിലേക്ക് ഇറങ്ങി. ബീച്ച് ഒരു ഫാമിലി ഏരിയ ആണ്. അവിടെ ബാച്ചിലേഴ്സിനെ അലൗ ചെയ്യില്ല. ഫാമിലി ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് അവിടേക്ക് ഇറങ്ങാൻ സാധിക്കുള്ളൂ. അവിടെ കുറച്ചു നേരം ബീച്ചിൽ കളിച്ച് ചേഞ്ചിങ് റൂമിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഫ്രഷ് ഒക്കെ ആയിട്ടതിന് ശേഷം ഞങ്ങൾ പതുക്കെ നടന്ന് ഈ ഫുഡ് സ്ട്രീറ്റിലെ ഒരു കടയിലേക്ക് കയറി. ആ കടയുടെ പേരാണ് ബോംബെ കട്ടിങ്സ്. ബോംബെ സ്റ്റൈലിൽ നമുക്ക് കിട്ടുന്ന ഫുഡ്. അവിടെ നിന്ന് ഒരു ചായയിൽ ഇഞ്ചി ചേർത്തിട്ടുണ്ടായിരുന്നു. ചായയും അവിടുന്ന് ചാട്ടുമാണ് കഴിച്ചത്. അതിലെ ദഹിപ്പൊരി അടിപൊളിയായിരുന്നു. അവിടുത്തെ ആംബിയൻസും അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു. നല്ല ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് പുറത്തും ബീച്ച് ഫേസ് ചെയ്ത് നമുക്ക് ഇരിക്കാനും പറ്റും. അകത്ത് AC ആംബിയൻസിലും നമുക്ക് ഇരിക്കാൻ സാധിക്കും. ഉള്ളിലാണെങ്കിൽ കുറേ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ മുംബൈ ബേസ്ഡ് ചെയ്ത് ഫോട്ടോസൊക്കെ അവർ ഹാങ് ചെയ്തിട്ടുണ്ട്. ഒരു ഇന്ത്യൻ ടച്ചൊക്കെ തന്നിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ നടന്ന് പിന്നെ നോക്കിയപ്പോൾ കേരളക്കാരുടെ ഒരു പായസത്തിൻ്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ പാലടിയും ഇളനീർ കരിക്കും കഴിച്ച് ഞങ്ങളുടെ അന്നത്തെ യാത്ര അവസാനിപ്പിച്ചു. നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഖത്തർ വിശേഷങ്ങളുമായിട്ട് ഇനിയും വരും. താങ്ക് യു.